മുതലാളിക്ക് കിണറുള്ളിൽ അവസ്ഥ കാണണം. മണ്ണ് വാരി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അതിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാം. ആ ആരാ ഞങ്ങൾ പോട്ടോ. കാരണമല്ലേ മണ്ണ് പക്ക മില്ലാനായിട്ട് വാരിയിട്ട്, അതായത് ഈ കിണറ് കുഴിച്ച സമയത്ത് കുഴിച്ച പണിക്കാരുണ്ടാവുമല്ലോ, ഓര് നിലം നിർത്തി ആ ലെവലിൽ നമ്മൾ നിർത്തി വെച്ചിട്ട് ഇനി കെട്ടുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചും കൂടെ കെട്ടുക, അത്രേ ഉള്ളൂ. ടെൻഷനൊന്നുമില്ലല്ലോ. ചെറിയ കിണറല്ലേ ഇതോടെ നമുക്ക് കുത്തിയതാ വണ്ടി. നിങ്ങളെ അതായത് നിങ്ങളെ ജനനത്തിന് മുമ്പ് കിണറുണ്ടാവില്ലേ? മെഷീൻ ആരെയൊക്കെ സുഹൃത്തുക്കളായ ചങ്ങായിമാരെ, ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഇവിടെ വെച്ചിട്ടാണെങ്കിൽ ഏകദേശം ഒരു 10-25 കോല് താഴ്ചയുള്ള ഒരു ഇടിഞ്ഞ കിണറിന്റെ അടിവാഗത്തോട്ടോ. പിന്നെ കേട്ടാൻ വേണ്ടി മെഷീൻ അവിടുന്ന് വന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, ഈ കിണറിന്റെ ഉള്ളിക്ക് കണ്ടമാനം കക്കൂസിലെ വേസ്റ്റ് വെള്ളം ലീക്കായിട്ട് വന്ന്, കക്കൂസിലെ വേസ്റ്റ് വെള്ളം ലീക്കായത് വന്നത് കാരണം ഈ കിണറിന്റെ മുതലാളി ഈ വെള്ളം ഒരു കുപ്പിയിൽ എടുത്തുകാണ്ട് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് പരിശോധിച്ചപ്പോൾ ഇതിക്ക് പൂർണ്ണമായിട്ട് കക്കൂസത്തെ വെള്ളം വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പം ആൾക്കാർ പറഞ്ഞ് ഇനി 5-8 കൊല്ലത്തിന് ഈ കിണറുകൾ ഉപയോഗിക്കാതൊക്കെയാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ 5-6 10 കൊല്ലമായിട്ട് തന്നെ ഇപ്പം ഈ കിണർ ഉപയോഗിക്കലില്ലായിരുന്നു. ഇപ്പം എന്താക്കിയെന്ന് വെച്ചാൽ ക്ലയൻറ്റ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഈ കിണറിൽ മാത്രമേ വെള്ളമുള്ളൂ, ഈ സൈറ്റിൽ വേറെ ഒരു സ്ഥാനം നല്ലതില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ കിണർ ഒന്നും പാടെ ഉഷാറാക്കി എടുത്താലോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്താക്കുന്നത്, കിണർ നിൽക്കണതിൻ്റെ ഒരു കാട് പോലെ മൂടി കിടക്കേനി, അതൊക്കെ നന്നാക്കിയിട്ട് കിണറിൻ്റെ ഉള്ളിൽ ഒരു 5-6 പടവിന് മൊത്തത്തിൽ കാടുണ്ടേനി, അത് വരുത്തി വൃത്തിയാക്കിയിട്ട് തേച്ച് ഉഷാറാക്കി ഗ്രൗട്ട് കൊടുത്ത് അടിഭാഗത്ത് ഈ പണ്ട് ഈ കിണർ കുഴിച്ച സമയം ഒരു 10-70 കൊല്ലം പഴക്കമുള്ള കിണറാണ്. അന്ന് ഈ കിണർ കുഴിച്ച പണിക്കാർ ഈ കിണറിന്റെ അടിഭാഗം പാറമ്മൽ എത്തിച്ചിട്ടില്ല, ഒരു മണ്ണുമ കൊണ്ടേ നിലർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മണ്ണുമ ഇനി ഒരു 2-3 പടവും കൂടെ തന്നാൽ പാറ എത്തും, പക്ഷെ നല്ല വെള്ളമുള്ള കിണറാട്ടോ. അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ നിന്ന് ഇടിഞ്ഞ് ഇവിടെ മണ്ണ് മൊത്തമായിട്ട് വാരി കൊടുക്കണം എന്നും കൂടെ നമ്മൾ അഗ്രിമെന്റിൽ ഉണ്ടെങ്കിലും അത് മൊത്തം ഞങ്ങൾ വാരി കൊടുത്തു. അപ്പൊ ക്ലയന്റിന് പണി കഴിഞ്ഞപ്പോൾ മെഷീൻ ഉണ്ടായതുകൊണ്ട് കാണാൻ വേണ്ടി കിണറ്റിക്ക് ആക്കി. ഇപ്പൊ നോക്കിയാണി ഇതാണ് അടിഭാഗം കണ്ടോ, ഏകദേശം വെള്ളം ഇങ്ങനെ ഒരിടത്ത് വന്നു കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ഒരടിക്ക് വെള്ളമുണ്ട്. പക്ഷെ ഈ ഇടിഞ്ഞ ഇവിടെ മണ്ണ് മൊത്തമായിട്ട് 10 കൊല്ലമായിട്ട് ഇവിടെ കിടക്കി, അത് മൊത്തം വാരി സെറ്റാക്കിയിട്ട് ഇപ്പൊ സമയം ഡിസംബറാണ്. ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി പകുതി ആകുമ്പോൾ എന്താക്കുന്നല്ലോ താത്താൻ പറ്റുന്നത്തോളം താത്തും. അതായത് നമുക്ക് ഈ സൈഡിൽ നിന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല, ആ ലെവലിൽ നല്ല താത്തിയിട്ട് കെട്ടി ഈ ഉൾമരയ്ക്ക് ലെവലാക്കി ചെങ്കൽ വെച്ച് കെട്ടാനും പാടെ മുമ്പിൽ വർക്ക് വന്നിട്ടുണ്ട്. അത് അടുത്ത വർക്കാണ്. ഈ വർക്ക് ഞങ്ങളെ ഏൽപ്പിച്ചത് ഉഷാറാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് ഞാൻ ഈ കിണറിന്റെ ഉള്ളിൽ കയറുന്ന ഒരു കുട്ടി കാണാനില്ല, കട്ടായിട്ട് കണ്ടിരിക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തോ ഒരു ഇതുപോലെ ഇങ്ങനെ കുതിർത്തുമ്പോൾ കിട്ടിയ സാധനം. ഈ കിണറിന്റെ ഉള്ളിൽ ഒരാള് ഈ കിണറ്റിന്റെ ഉള്ളിൽ കറങ്ങിയിട്ട് സൈഡ് കയറി കഴിഞ്ഞാല് ആർക്കും കാണാൻ പറ്റില്ല, അത്രയും പൊക്കറാണ്. ഇവിടെ ചീടിപ്പാറ കേട്ടോ, കട്ടായിട്ട് പൊളിഞ്ഞ് വീണാല് ചെറിയ പീസ് വീണാൽ മതി, ആള് വഴി ആവാൻ. എന്തായാലും ഈ സൈഡിൽ ഇപ്പൊ ഈ നിലത്തുനിന്ന് ഹൈറ്റ് മൊത്തത്തിൽ 2-3 മീറ്ററിനടുത്ത് ഹൈറ്റ് ഇടിഞ്ഞ് ഉള്ളിക്ക് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ മൊത്തത്തിൽ ഉള്ളിക്കട്ട് പോയി മറിമന്ന് എമ്മാരി ഇടിച്ചിലറിയാം ഡേഞ്ചർ. എവിടെ കണ്ടാലും ഈ മറിമന്ന് എൻ്റെ അഭിപ്രായത്തിൽ 1.5 മീറ്റർ ഉള്ളിലാണ്. ആ കാണുന്ന അവൾക്ക് 1.5 മീറ്റർ ഉണ്ടോ ഈ മറിമന്ന്. അപ്പൊ അത്ര അതൊക്കെ കെട്ടിക്കാൻ്റെ ബാക്കിൽ മുറിപ്പീസൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മൾ ദമ്മാക്കി കൊടുക്കും. ആരേക്കാം എന്തെന്നാ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം കാരണം ആരിക്കാൻ പാടില്ല. അയ്യോ ഓറണ്ട് പോണ്ട എൻ്റെ ആകുമ്പോ അവന്മാർ താഴ്ചന്നറിയോ, ധീരെ വെള്ളം ഇറക്കാൻ പറ്റുമോ? ആ എനിക്ക് ഇതുമിൽ ഇരുന്ന് കൊണ്ട് തന്നെ എന്താക്കാം സെറ്റാക്കാൻ പറ്റും. അതിൽ അടിക്കൊണ്ട പൈപ്പ് റെഡിയാക്കാം. എല്ലാ ഒരു കയറുമ്പോടെ വണ്ടി വരും, നല്ലൊരു കെട്ട് കെട്ടാനാ. എവിടെ എന്താ അറിയോ, ഈ ദാർപ്പായി ഉരുട്ടിയില്ലേ അവിടെ ഉണ്ട് നല്ലൊരു കെട്ട്. 2 HP മോട്ടറാണിത്. കണ്ടമാനം അടിയിൽ നിന്നാണ് വെള്ളം വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ജോയിന്റ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ഇത് ലേപ്പാണ്, ഏപ്പ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് വിട്ട് ശരിക്കും ഇത് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ മോട്ടർ എന്താക്കണം എന്നറിയോ, വലിച്ച് കയറ്റി അവിടുന്ന് റെഡിയാക്കണം. അതായത് ഈ ഏപ്പ് അവിടെ എത്തണം, എന്നാലും നമുക്ക് ലേപ്പടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ ആ മോട്ടർ അടി നിൽക്കില്ലേ, ഇനി വലിക്കാനുള്ള വകുപ്പില്ല.
അപ്പോൾ ബിഞ്ച് ഉണ്ടായതുകൊണ്ട് ഇതുമേൽ ഇരുന്നു കൊണ്ടാണ് ഇതിന്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഓക്കെ ദമ്മ് ഈ കെട്ട് പറഞ്ഞ സ്പെഷ്യൽ കെട്ട വണ്ടി ഇതിന് ഇനി ഒരു 5-6 റോക്കറ്റ് മണ്ണു മോഡൽ ഉണ്ടാവുള്ളൂ അനെ. പിന്നെ നമുക്ക് എന്താ ചില്ലി വരില്ല കേട്ടോ. എന്നാ സെറ്റായില്ലേ? ഞാൻ കെട്ടുണ്ടാക്കിയ ഏതാ കെട്ട് കെട്ട് ദമ്മാക്കൂലേ? ദമ്മാക്കിയാണ്ടാണ് കെട്ടുക. അതാ ഇനി ഒരു കാരണവശാലും ഇത് പോരാൻ പാടില്ല. അതാണ് ഈ കെട്ടിൻ്റെ പ്രത്യേകത. ഈ കെട്ടിൻ്റെ പേരിന് ദമ്മ് കെട്ട് എന്നാണ്. ഈ ബിഞ്ച് പല്ലിയുള്ള അവസ്ഥ ആലോചിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നത് കാരണം ലോഡല്ലേ. 2 HP എന്ന് പറഞ്ഞാൽ പവറല്ലേ, സാധാ അല്ലല്ലോ. 2 HP ഉണ്ട്. 2 HP നല്ല വലിക്കുന്നുണ്ട് കേട്ടോ ഉള്ളത്. ഈ മോട്ടർ നഷ്ടമല്ലേ വാങ്ങിയത് അറിയാം. ഓക്കെ ഓണാക്ക്. ആ ഓ വന്നിട്ട് ഇവിടെ എത്തി. 6 അടി ഇനി പോരൂല. ദമ്മാട്ടോ വെള്ളം കയറിക്കൊണ്ടിരിക്കണ്ട്. എന്നാ ഇന്നാണ്ട് പൊക്കിയ മാണ്ട ഇന്നൊന്ന് ഇറക്കിയ ഭൂമി കണ്ടുവരാം. അതായത് 50 കൊല്ലമായിട്ട് ഒരു മനുഷ്യനും ഇറങ്ങാത്ത കിണറാണുള്ളത്. 50 കൊല്ലമായിട്ട്. അതുകൊണ്ടാണ് ഈ വർക്ക് നമുക്കിവിടെ കിട്ടിയിരിക്കേണ്ടത്. കിണർ നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ചണ്ടിയും അപ്പുറം അവിടെ എടുത്തിട്ടോ അങ്ങോട്ടൊക്കെ കുട്ടികളൊക്കെയാ ഓരോ അവിടുന്ന് മഷി കഴിഞ്ഞ പെണ്ണ്, കേട് വന്ന പെണ്ണ്, ടോപ്പ് പോയ പെണ്ണ് അക്കെ ഇതിക്ക് വലിച്ചറിയാ. ഞാൻ താത്ത് ആര്യാ അമ്പോ ഡേഞ്ചർ. വട്ടം കുറവാണ്. പഴയ കാലത്ത് കിണറാട്ടോ. പക്ഷെ തേച്ച് കണ്ട് വേറെ ലെവലാക്കിന്. വിങ്ങൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്തെടുത്ത് കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇനി മഴക്കാലം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വേനൽക്കാലം സ്റ്റാർട്ടായി തുടങ്ങി. അതുകൊണ്ട് കിണറിൻ്റെ പണി ഇനി കണ്ടമാനം പെര ചെയ്യാണ്ട്. പോട്ടെ ഇവിടെ ഇടുങ്ങിട്ടോ. നല്ല വിങ്ങലുണ്ട്. പോട്ടെ 50 കൊല്ലം. അവിടെ കട്ടെ. ഭൂമി ലെവൽ നോക്കുമ്പോൾ ഏകദേശം 4 അടി 6 അടി 8 ആകുമ്പം 3 ലോഡ്. അപ്പം 2 ഗുണം 2 32ക്ക് ഒരു വരിക്ക് വരുമ്പം 90, 2 പടവിന് 200 കല്ല്. പൊന്നിച്ചോ കല്ല് സെറ്റായി. ഏകദേശം ഐഡിയ കിട്ടിക്കണേ. ഫുള്ള് ഇടിവാ. ബേസ് പോട്ടെ. ഒരൊറ്റ റൗണ്ട് ഇതേപോലെ കിണറിൽ ഇന്ന് വരെ ഇറങ്ങാത്ത ആൾക്കാർ ഇറങ്ങി കയറിയാൽ മതി. കായ് മുതലാവാന് സെറ്റാ. പിന്നെ നമ്മളെ വർക്കിന്റെ അഗ്രിമെന്റ് എന്താ അറിയോ? ഈ 50 കൊല്ലമായിട്ട് ഇതിൽ ആരും ഇറങ്ങിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കിണർ തേച്ച് കഴിഞ്ഞ് ഇനി ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് വെള്ളം നമ്മൾ തന്നെ കുടിക്കണമല്ലോ. നമ്മൾ വെള്ളം കുടിച്ച് കാണിച്ചു തന്നിട്ട് മാത്രമേ ക്ലീൻറ്റ് പിന്നെ വെള്ളം കുടിക്കുള്ളൂ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു തരും. ബിഞ്ചോണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. പിന്നെ ഇവിടെ കിണറിന്റെ ഒരു ആൾമാറിന്റെ ഒരു ഫില്ലർ പൊളിക്കേണ്ടി വന്ന്. എന്തേ വലി അതിന്റെ മൂക്കാർ പിടി. അടക്കട്ടെ സെറ്റേ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലോ? എടാ ഇൻസ്റ്റാഗ്രാം കൊണ്ട് എന്ത് കാര്യമുള്ളേ? ഇജ്ജ് എത്രല്ല പഠിക്കണേ? തൂ കിത്തന ക്ലാസ് മേ പടായി കറേ? എല്ലാത്തിലിടും വരും. നിങ്ങളെ പൂതി എന്താണ്? ഈ കിണറിന്റെ അടി ഒന്ന് കാണണം എന്നുള്ളതല്ലേ. നമ്മളിവിടെ ഉണ്ടാവുമ്പോൾ എന്തിനാ പേടിക്കണേ? ഈ മിഷീൻ ഉണ്ടല്ലോ, നിങ്ങൾ ഈ വെല്ലം അങ്ങനെ കയറി വന്നാണീ എന്താ കാലങ്ങട്ട് തിരിഞ്ഞോളി. ഇവിടെ ഇരുന്നോളി. തൂങ്ങണ പരിപാടി ഇല്ലല്ലോ. ഇരുത്തി കൊണ്ടുപോവാ. ഓക്കെ നീ കൈ കൊടുക്കട്ടണി. ഓക്കെ സെറ്റല്ലേ? ഇനി ഞാൻ ഒന്നും മാറിക്കട്ടെ. ലെഫറി യെസ് എന്ന് പറഞ്ഞാൽ താത്തും. കാല് പൊന്നിച്ചാളി. ഞാൻ അപ്പുറം വരണോ? ഏത് അത് പേടിക്കണ്ട. നിങ്ങൾ ഒറ്റക്ക് ധൈര്യം കിട്ടാനാ ഞങ്ങൾക്ക്. അല്ല അവിടെ ഞങ്ങൾ ഇറക്കൂല, നേരെ കൊണ്ടുവരും. ഞാൻ കാല് വെക്കാണി. ഇയാളാ അയവാ സെന്ററൊക്കെ എത്തിച്ചിട്ടോ നിങ്ങൾ. ഓക്കെ തൂക്കം സെറ്റ് റെഡി. അയവാ ആര്യാ എന്താ പോണ്? നിങ്ങളങ്ങനെ പോയിക്കോളൂ. ഒന്നും ആവില്ല. 8mm റോപ്പാ, പക്ക റോപ്പാണിത്. നിങ്ങൾ കിണറിൻ്റെ അടിയിലെത്തിയിട്ട് മാളം ഗുഹയൊക്കെ നോക്കിയിട്ട് എങ്ങനെ അവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് പോരി. ഈ മെഷീൻ്റെ ലാഭം എന്താ? ഇന്നാളൊരു വീട്ടിൽ പണിക്കോയപ്പോൾ ഒരു പെണ്ണിന് ഇതിലിറങ്ങാൻ താല്പര്യം. നീ മുറിക്കേനി മാക്സി പുതിയതായിട്ട് വരാൻ പറഞ്ഞ് അപ്പറക്കി. എങ്ങനെയുണ്ട്? ശ്വാസം കിട്ടില്ലേ? എയറിന് കുഴപ്പമുണ്ടാ പറഞ്ഞോ. പല ആൾക്കാർക്കും പല കോലത്തിലാണ് എയർ ബാധിക്കുക. ഒരു ബുദ്ധിമുട്ടില്ല.
ഒന്നും പാടാ നിങ്ങൾക്ക് ഒന്നും ആവില്ല എല്ലാം നോക്കിക്കോട്ടെ ഫസ്റ്റ് ആയിട്ട് ഇറങ്ങുമ്പോൾ പേടിണ്ടോ? നിങ്ങൾ വീഡിയോ കാണേ നമ്മളെ കൂടുതൽ ഒപ്പം ഇറങ്ങാം. ആ കുഴപ്പമില്ല, ഒന്നും പോകൂല. ഒന്നും പാടെ ആരേക്ക് എന്താ പാട് റെഡിയല്ലേ? ആ കണ്ടമാനം 4 ലോഡിന്റെ പണി വരും. 4 ലോഡ് കല്ല് വേണ്ടി വരും എന്തായാലും. ഇനി അവിടുന്ന് ഇനിയും താത്താണ്ടേ. ആ വെള്ളം നിൽക്കണില്ലേ, അത് പഴയ നിലനിൽപ്പാണ് കിണറിന്റെ. പണ്ട് ഈ കിണർ കുഴിച്ച സമയത്ത് ആൾക്കാർ ആ ലെവലിൽ നിർത്തിയത്. ഇനി അവിടുന്ന് കുറച്ചും പാടെ മണ്ണ് താത്തിക്കുകയാണെങ്കിൽ കരിമ്പാറെത്തും. അപ്പൊ കണ്ടില്ലേ, സെറ്റല്ല, പൊക്കട്ടെ. ഓക്കെ, മുപ്പര് ബേജാറായി. സാധനം നോക്കിയാ, അതായത് റോപ്പ് കുടുങ്ങുന്നില്ല, അഡ്ജസ്റ്റബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റബിൾ ഇവിടെ സെറ്റ് ചെയ്ത സ്ഥിതിക്ക് ആർക്കും ടെൻഷൻ വേണ്ട. ഇനി സ്കൂളത്തെ കുട്ടികൾക്ക് പൂജ വരുന്നുണ്ട് ഇറങ്ങാൻ. ഉച്ചറസ്റ്റിൽ വരിട്ടോ, ഉച്ചറസ്റ്റിൽ 2 ആൾ വെച്ച് ഇറക്കുക. നിങ്ങൾ വരി ഇറക്കാം. എടാ വീഗലാൻഡിലെ എൻട്രി ഫീസ് എത്രയാണെന്നറിയോ? 1100 റുപ്യ. അതിന്റെ കാട്ടി ത്രില്ലല്ലത്. ഇവിടെ നോ ഫീസ്, നോ ടെൻഷൻ, ഫ്രീ എൻട്രിയാ. അത് ഞാനേ കറക്റ്റ് കല്ലൊക്കെ പറഞ്ഞുതരാം എനിക്ക് എത്രയാന്നുള്ളത്. ഓ അയ്യോ, അങ്ങോട്ട് കാല് ആക്കെ നമ്മൾ ഉഷാറാക്കി തരാം. അയ്യോ